नहमदुहु व नस्तईनुहु व नु'मिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्दक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയത്തിന്റെ അവസാന ഭാഗം 1, 2, 3 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഈ വിഷയത്തിന്റെ ഒരു മർമ്മമായി. ഇതിലൊരു വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിലാദ്യത്തെ കാര്യം, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ സഹാബാക്കളെപ്പോലെ ധീരന്മാരായി ജീവിക്കണം. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ മുശ്രിക്കുകളെപ്പോലെ ദുർബലരായി മാറുകയും ചെയ്യരുത്. മക്കൾ എന്നുള്ളത് അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ ചിലർക്ക് അള്ളാഹു അവരുടെ സ്വർഗത്തിന് വേണ്ടി ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു അവർക്കുള്ള മക്കളെ മാറ്റിവെക്കും. അവരുടെ ജീവിതത്തിൽ അവർ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. ആ സ്വർഗം അവർക്ക് നൽകുന്നതിന്റെ ഭാഗമായി അള്ളാഹു ചിലർക്ക് ഈ ദുനിയാവിൽ നിന്ന് മാറ്റിവെക്കും. പടച്ചവൻ അവരധ്വാനിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഹലാലായ ചികിത്സകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അള്ളാഹു അവരുടെ സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ ചങ്ങാതിമാരിൽ ആർക്കെങ്കിലും മക്കളില്ല എങ്കിൽ അള്ളാഹു അവർക്ക് മക്കളെ നൽകുമാറാകട്ടെ. മക്കളില്ല എങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ പേരിൽ നിരാശപ്പെട്ട് ജീവിക്കുകയോ, ഒരു കല്യാണ സദസ്സിലേക്ക് എനിക്ക് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയോ, ആളുകൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുകയോ ചെയ്യേണ്ടവനല്ല വിശ്വാസി. സങ്കടമുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ നെഞ്ചകത്തുണ്ടാകണം അല്ല പറഞ്ഞ വാക്ക്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തരാതിരിക്കുന്നതല്ല. നമ്മുടെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹു താൽക്കാലികമായ കുറച്ച് വർഷം നമ്മുടെ മക്കളെ മാറ്റി നിർത്തുകയാണ്. നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ ക്ഷമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്ന മക്കളെ അള്ളാഹു നമ്മൾക്ക് തരും, ഉറപ്പാണ്. ദുനിയാവിൽ നിന്ന് ഒരാൾക്ക് 2, 3, 4 മക്കളാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ വലക്കും ഫീഹാ മാ തദ്ദഈ അൻഫുസക്കും മാ തസ്തഹി അൻഫുസക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും മക്കളെ വാപ്പ എന്ന് വിളിക്കാൻ അള്ളാഹു സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കും. ഉമ്മ എന്ന് വിളിക്കാൻ, താലോലിക്കാൻ, നമ്മളെ മടിയിൽ കയറിയിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പകരാൻ, നമ്മുടെ വട്ടമിട്ട് നമ്മുടെ ചുറ്റും കൂടി
നമ്മൾക്ക് ആനന്ദവും ആഹ്ലാദവും നൽകാൻ മടിയിലിരുത്തുവാനും തോളത്ത് കയറ്റി വെക്കുവാനും അള്ളാഹു ഇൻഷാ അല്ലാ നിങ്ങൾക്ക് മക്കളെ അള്ളാഹു നൽകും. അള്ളാഹുവാണ് സത്യം. നമ്മൾ ആവശ്യപ്പെട്ടാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന മക്കളെ ദുനിയാവിനേക്കാൾ സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കാണുന്ന കൂട്ടത്തിൽ അവരുണ്ടാകും. പ്രവാചകന്റെ കുടുംബത്തിന്റെ കൂടെ നമ്മളോടൊപ്പം നമ്മൾ ആവശ്യപ്പെട്ടാൽ അള്ളാഹു സ്വർഗത്തിൽ നമ്മൾക്കും മക്കളെ നൽകും. ഇതിൽ നമ്മൾക്ക് സങ്കടമുണ്ടാകരുത്. ഈ പരീക്ഷണത്തിൽ നമ്മൾ പതറിപ്പോകരുത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പ്രവാചകന്റെ വാക്ക്, മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അയാൾക്ക് തുസീബുഹു മുസീബ, അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായി, മക്കൾ അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് അയാൾക്ക് കൊടുത്തില്ല എങ്കിൽ അയാൾ പറയാൻ 3 കാര്യങ്ങൾ പറയാൻ. ഒന്ന്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവേ ഇന്നാലില്ല, ഞങ്ങളെല്ലാം നിന്നിൽ നിന്നാണ്, എനിക്ക് മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ചത് നീയാണ്, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അള്ളാഹുവെ നിനക്കറിയാമല്ലോ, ഞാൻ ചികിത്സിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവെ നിനക്കറിയാമല്ലോ, ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, എന്റെ കുടുംബവും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ടും അത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർക്ക് കണ്ണ് സ്വർഗത്തിന് വേണ്ടി മാറ്റിവെച്ച പോലെ, ചിലർക്ക് വാപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിന് വേണ്ടി ഈ ദുനിയാവിൽ നിന്ന് കാണാൻ പോലും കഴിയാത്ത വിധം മാറ്റിവെച്ച പോലെ, ചിലർക്ക് കൈകാലുകൾ സ്വർഗത്തിന് വേണ്ടി ദുനിയാവിൽ നിന്ന് അള്ളാഹു മാറ്റിവെച്ച പോലെ, ചിലർക്ക് സമ്പത്ത് ദുനിയാവിൽ നിന്ന് അവരുടെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹു മാറ്റിവെച്ച പോലെ, എനിക്ക് അള്ളാഹു കാരുണ്യവാനായ നാഥൻ, എന്നെ അറിയുന്ന നാഥൻ, എനിക്ക് എന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ മക്കളെ അള്ളാഹു തൽക്കാലം മാറ്റിവെച്ചതാണ്. സ്വർഗലോകത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കുന്ന പ്രകാരം, ഞാൻ ആവശ്യപ്പെടുന്ന പ്രകാരം കാരുണ്യവാനായ നാഥൻ എനിക്ക് തിരിച്ചു തരും എന്ന വിശ്വാസത്തോടുകൂടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരാൾ പറയുകയും, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി, അല്ലാഹുവേ എനിക്ക് ഇപ്പോഴുള്ള ഈ പരീക്ഷണമുണ്ടല്ലോ അതിന് നീ എനിക്ക് പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും, വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, നാഥ ഇതിനേക്കാളും നല്ല ഒരു ജീവിതവും നല്ല ഒരു കുടുംബവും നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, പ്രവാചകന്റെ വാക്കെന്തറിയോ, ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, ദുനിയാവിനേക്കാൾ സന്തോഷമുള്ള കുടുംബം, മക്കൾ, ആനന്ദം, സൗന്ദര്യം, അനുഭൂതി അവർക്ക് പരലോകത്ത് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളില്ലാത്തവർ അവരവരുടെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമികമായ ട്രീറ്റ്മെന്റുകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ തുടർന്നോളൂ. പക്ഷെ നിരാശയുടെ ഒരു കണിക വേണ്ട. ആക്സിഡന്റ് പറ്റി നമ്മൾ മരിച്ചാൽ ഇൻഷാ അല്ലാഹ് തൗഹീദോടുകൂടി ക്ഷമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരം അള്ളാഹു നമ്മൾക്ക് മക്കളെ കരുതി തയ്യാറാക്കി ആനന്ദവും ആഹ്ലാദവുമുള്ള ഒരു ജീവിതം അമ്പിയാക്കന്മാരുടെ കുടുംബത്തിന്റെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് നിരാശയുണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകന്റെ മകൻ മരിച്ചു, ഇബ്രാഹിം മരിച്ചു, മകനാണ് മരിച്ചത്. ആ സമയത്ത് സ്വാഭാവികമായി കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പ്രവാചകന്റെ വാക്കറിയോ? ഇന്നൽ ഐന തദ്മഅ, എന്റെ കണ്ണ് നിറയും, കാരണം എനിക്കുള്ളൊരു ആൺകുട്ടി മരിച്ചു പോവുകയാണ്. വൽ ഖൽബു യഹ്സുൻ, എന്റെ ഹൃദയത്തിൽ വിഷമുണ്ടാകും. പക്ഷെ വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബന, പക്ഷെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല. സഹോദരങ്ങളെ, എന്താണ് പഴച്ചു പോകാന്ന് എന്തറിയോ? എന്തിനാ പടച്ചോനോട് ഇങ്ങനെ കാട്ടിയത്? എന്ത് തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എനിക്ക് മക്കളെ തരാത്തത്? എന്താ പടച്ചോനെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ റഹ്മാനെ, ഞാൻ നിസ്കരിക്കണില്ലേ, നോമ്പോക്കലില്ലേ, എന്തിനാണ് എന്റെ പേരിൽ മാത്രം എന്റെ മാനം കെടുത്തത് എന്ന വാക്ക് ഞാൻ പറയില്ല. പറയരുത്, പറയരുത്, ഒരിക്കലും പറയരുത്. അള്ളാഹുവിന് അറിയില്ലേ നമ്മുടെ ഇഷ്ടം? നമ്മൾ ശരിക്കാലേക്ക, അള്ളാഹ്ക്ക് അറിയില്ലേ നമ്മുടെ ഇഷ്ടം? അള്ളാഹ്ക്ക് അറിയില്ലേ നമ്മുടെ പ്രാർത്ഥന? അള്ളാഹ്ക്ക് അറിയില്ലേ നമ്മുടെ തേട്ടം? എങ്കിൽ നമ്മൾ ചോദിക്കാതെ നമുക്ക് വാപ്പാനെയും ഉമ്മാനെയും കയ്യും കാലും ഹൃദയവും അറ്റാക്ക് ഇതുവരെ വരാത്ത ശരീരവും തന്ന നാഥന് നമ്മൾ ചോദിച്ചിട്ടും മക്കൾ നൽകിയിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിൽ പടച്ചവന്റെ ഒരു തർത്തീബ് ഉണ്ടാവൂലേ? സ്വർഗത്തിന് വേണ്ടി എടുത്തു വെക്കുകയാണല്ല, സ്വർഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പം അള്ളാഹുവിന്റെ വാക്ക് പ്രവാചകൻ പറയാൻ, ഈ തേടുന്നത് മുഴുവനും ഞാൻ സ്വർഗത്തിൽ വെച്ച് കൊടുക്കും. ഇവിടെ 34-25 കൊല്ലല്ലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? ഖാലിദീന ഫീഹാ ലാ മൗത ലഹു, ഒരിക്കലും അസ്തമിക്കാത്ത ലോകത്ത് സ്വർഗവാസികളായി മക്കളോടൊപ്പം ആനന്ദിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. അതുകൊണ്ട് നിരാശ ഉണ്ടാകണ്ട, സങ്കടം ഉണ്ടാകണ്ട.
പിന്നെ ആ സങ്കടത്തിന് കാരണമാകുന്ന ചില പ്രവർത്തനമുണ്ട്. അത് നമ്മൾ നോക്കണം കേട്ടോ സോങ്ങളെ. മക്കളില്ലാത്ത ഒരു മനുഷ്യനോട് നോക്കിയിട്ട് ഞാൻ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ട്, എല്ലാവരും അല്ല, വളരെ അപൂർവമാണ്. പക്ഷെ എന്നാൽ അങ്ങനെ വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. എനിക്ക് കുട്ടികളുണ്ടാകാത്തതേ പടച്ചോന്റെ ശിക്ഷയാണ്, ചിലരുടെ വാക്കാണത്, അള്ളാന്റെ ശിക്ഷയാണ്. പെണ്ണാകണമെങ്കിൽ പ്രസവിക്കണം, ആണാകണമെങ്കിൽ കുട്ടികളുണ്ടാകണം, അന്നക്കെന്തിനാ പറ്റുക? ഈ വാക്കൊക്കെ സോങ്ങളെ ദുനിയാവിൽ അള്ളാഹുവിന്റെ അളവുകോല് കൊണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരം കൊണ്ടോ ഇബാദത്തുകൾ കൊണ്ടോ മാത്രം പൊരുത്തപ്പെട്ട് കിട്ടുന്ന കാര്യമല്ല, ഗുരുതരമായ ആരോപണമാണ്. അതോടൊപ്പം അറിവില്ലായ്മയാണ്. മക്കളില്ലാത്തത് അള്ളാന്റെ ശിക്ഷയാണ് സോങ്ങളെ. ആണോ? ദീനും അറിയില്ല, ദുനിയാവ് അറിയാത്തോണ്ടാണ് അങ്ങനെ പറയുന്നത്. സിനിമയും സീരിയലും മാത്രം കണ്ട് ജീവിച്ചതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരില്ലേ, ഖദീജ റളിയല്ലാഹു അൻഹയല്ലാത്ത ലോകത്തെ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ ഉമ്മമാരായ ആയിഷ റളിയല്ലാഹു അൻഹക്ക് മക്കളില്ല, സൈനബ റളിയല്ലാഹു അൻഹക്ക് മക്കളില്ല, സഫിയ റളിയല്ലാഹു അൻഹക്ക് മക്കളില്ല, ജുവൈറ റളിയല്ലാഹു അൻഹക്ക് മക്കളില്ല, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹക്ക് മക്കളില്ല. അള്ളാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിയ പ്രവാചകന്റെ കുടുംബത്തിലെ ഭാര്യമാരിൽ മഹാഭൂരിപക്ഷത്തിനും മക്കളില്ല. അള്ളാന്റെ ശിക്ഷ ദീൻ അറിയാത്തോണ്ടാ സോങ്ങളെ. നാട്ടിലെ മറ്റുള്ളവരുടെ വാക്കും കേട്ട് ആളുകൾ അളക്കുകയാണ്. അല്ല, പ്രവാചകൻ ഒരൊറ്റ ആൺകുട്ടി പോലും ജീവിച്ചില്ല. പ്രവാചകൻ ഒരു ആൺകുട്ടി പോലും ജീവിച്ചില്ല. നബിക്ക് എത്ര പൂതിണ്ട്, 3 ആൺകുട്ടികൾ, 3 ആളും മരിച്ചു. ഇബ്രാഹിമാണ് പിന്നീട് മെല്ലെ മെല്ലെ വളർന്നത്. ഇബ്രാഹിം വർത്തമാനം പറയാൻ തുടങ്ങുമ്പോഴാണ് മരിച്ചുപോയത്. പ്രവാചകൻ പൂതി വെച്ചിട്ടുണ്ടാവൂലേ, ആൾക്കാർ മുഴുവൻ അബുത്തർന്ന് വിളിച്ചില്ലേ, എടാ എനിക്ക് തലമുറല്ലല്ലോ. അത്രമാത്രം അപമാനമുണ്ടാകുന്ന സമയത്ത് അള്ളാഹു എന്തിനാ നബി കുടുംബത്തെ അങ്ങനെ ആക്കി അറിയോ? നാട്ടിൽ ഈ വർത്താനം പറയാതൊക്കെ മുഅ്മിനീങ്ങൾ നമ്മൾ ദീനിയായി ജീവിക്കുമ്പോ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി പടച്ചവൻ ചിലർക്കെങ്കിലും ദുനിയാവിൽ നിന്ന് അല്ലാഹു മക്കളെ സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കും. ഖുർആന്റെ ആയത്തിന് അപാരമായ മനോഹാരിതയാണ്. നമ്മൾ മുമ്പ് ഓതിയില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യഹബു ലിമൻ യശാഉ ഇനാത വയഹബു ലിമൻ യശാഉ ദുകൂറ. ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ഇടകലർത്തി കൊടുക്കും. എന്നിട്ട് ആയത്തിന്റെ അവസാനം എന്താണ്? വയജ്അലു മൻ യശാഉ അഖീമ. ഞാൻ ചിലർക്ക് മക്കളെ കൊടുക്കില്ല. അടുത്ത ആയത്താട്ടോ, ആന്റെ ബാക്കിയാണ് ഇന്നഹു. മക്കളെ കൊടുക്കാത്തവൻ ഞാനാണല്ലോ. ഇന്നഹു, ആ എനിക്ക് അള്ളാഹുവിനറിയാം. അള്ളാഹുവിന് അലീമുൻ, അള്ളാഹ്ക്ക് ശരിക്കറിയാം, പടച്ചോനറിയാം, ആഗ്രഹമറിയാം, ഇഷ്ടമറിയാം, പ്രാർത്ഥിക്കുന്നതറിയാം, നാട്ടുകാർ പറയുന്നതൊക്കെ അറിയാം. ഖദീറുൻ, അള്ളാഹുവിന് അറിവുമുണ്ട്, കഴിവുമുണ്ട്. പക്ഷെ അള്ളത് ചെയ്തത് നമ്മുടെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹ് മാറ്റിവെക്കാൻ അഭിമാനത്തിൽ. സഹോദരിമാരെ, പുതിയ മക്കളെ, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകാൻ വൈകുകയോ എന്തെങ്കിലും തടസ്സം കൊണ്ടില്ല എന്ന് പറയുകയോ ചെയ്താൽ വീട്ടിന്റെ അകത്ത് നിങ്ങൾ ഇരിക്കണ്ട, നിരാശപ്പെടണ്ട. അഭിമാനത്തിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ആയിഷ ബീബി പുറത്തിറങ്ങിയ പോലെ, നമ്മുടെ ഉമ്മമാർ സഫിയ ബീബി പുറത്തിറങ്ങിയ പോലെ, ജുവൈറിയ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങിയ പോലെ അഭിമാനത്തിൽ പുറത്തിറങ്ങിക്കോളൂ. സ്വർഗത്തിൽ മക്കൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ദീനിയായി ശിർക്ക് ചെയ്യാതെ, അള്ളാനെ കുറ്റം പറയാതെ, ഏതെങ്കിലും ആളുകൾ കെട്ടിക്കൊണ്ടുവരുന്ന വെള്ളം കുടിക്കാതെ, മന്ത്രിച്ചൂതിയ ചരട് കെട്ടാതെ, അഭിമാനത്തിൽ തൗഹീദിൽ നിസ്കരിച്ച് ജീവിച്ചോളൂ. പടച്ചോൻ ഇൻഷാ അല്ലാഹ് തരും. ഇതാണ് ഒന്നാമത്തെ ഭാഗം. അവിടെ ശിർക്ക് സംഭവിക്കരുത്. രണ്ടാമത്തേത്, അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം വിഷയത്തിൽ രണ്ടാമത് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട്. അതെന്താണ്? നമ്മൾ ഇതുവരെ ഒരു കുട്ടി ജനിച്ചാലുള്ള സുന്നത്തുകൾ, നന്മകളൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ നമ്മുടെ നാട്ടിൽ തൗഹീദുള്ള വീട്ടിൽ പോലും പാരമ്പര്യമായി വരുന്ന ചില അബദ്ധങ്ങളുണ്ട്. ശിർക്കിലേക്ക് എത്തുന്നതും ശിർക്കൻ വിശ്വാസവുമായി ബന്ധപ്പെട്ടതും. അതാണ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട്, ആ കുട്ടിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കറുത്ത ചരടുണ്ടാകും, കരിവളയുണ്ടാകും, കറുത്ത ഡ്രസ്സുണ്ടാകും, കറുത്ത മറുകുണ്ടാകും, കറുത്ത പുള്ളിയുണ്ടാകും. നമ്മൾ എന്താ പറയുക? തൗഹീദുള്ളവര് ഞങ്ങൾ അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ കെട്ടുന്നല്ല. ഏത് വിശ്വാസത്തിലല്ല, ഏത് വിശ്വാസം പറഞ്ഞാലും ഒരു കാര്യം ഖുർആനിന്റെ ആയത്ത് നമ്മളെ പറ്റി ഇറക്കിയതാ തോന്നും, നമ്മളെ കുറിച്ച് പറഞ്ഞതാ തോന്നും. അള്ളാഹുവിന്റെ ആയത്ത്, പ്രവാചകന്റെ അള്ളാഹ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ദഅവല്ലാഹ് റബ്ബഹുമാ ലഇൻ ആതൈതനാ സ്വാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ. ആ ഭാര്യയും ഭർത്താവും അള്ളയാ എന്നോട് തേടും, പടച്ചോനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു കുട്ടിനെ തരണം, പടച്ചോനെ ഞങ്ങൾ എന്നും നിനക്ക് നന്ദിയുള്ള അടിമകളായി ജീവിക്കാം എന്ന ഭാര്യയും ഭർത്താവും പറയും. അടുത്ത വാക്കാട്ടോ, ഫലമ്മാ ആതാഹുമാ സ്വാലിഹൻ. അങ്ങനെ ഞാനൊരു കുട്ടിനെ കൊടുത്തു, ആൺകുട്ടിനെ പെൺകുട്ടിനെ കൊടുത്തു.
പിന്നെ കാണാം അതുവരെ തൗഹീദിൽ ജീവിച്ചോൻ അവിടെ മുതൽ അമ്മായിമ്മ പറഞ്ഞു, അമ്മോശൻ കാക്ക പറഞ്ഞു, ഏട്ടത്തി കൊണ്ടുവന്നു, അഞ്ചത്തി കൊണ്ടുവന്നു, മോശല്ലർ, പിന്നെ ശിർക്ക് തുടങ്ങും. എന്തുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നമ്മുടെ പേരക്കുട്ടികൾ ആലോചിച്ച് നോക്കി, നമ്മൾ പള്ളിയാണ് ഇരിക്കുന്നത്, നമ്മുടെ മക്കളിലും നമ്മുടെ പേരക്കുട്ടികളുടെ ശരീരത്തിൽ കറുത്തതോ അല്ലാത്തതോ ആയ ചരട് കെട്ടിണീന്റെ പിന്നിൽ എന്താണ്? ഒറ്റ കാര്യമാണ്, എന്താ പിന്നിലുള്ളത്? ഭംഗിയാണ്. ഈ കറുത്ത കുട്ടികൾ എന്തിനാ കറുത്ത ചരട് കെട്ടണ്? അത് ഭംഗിയാ? അല്ല. വിശ്വാസം നേർത്തിട്ടാണെങ്കിലും നെഞ്ചകത്തുനിന്ന് വിട്ടുപോണില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്ത് പ്രവാചകൻ, സഹാബാക്കൾ, ഇവർക്ക് മക്കളുണ്ടാകും. ഇത് മനസ്സിലുണ്ടാകാനായിട്ട് പറഞ്ഞത്, അവർക്ക് മക്കളുണ്ടാകും. അവരുടെ കുട്ടികൾ ജനിച്ചു വീണാൽ ജനിച്ചു കഴിഞ്ഞ് പേരിട്ട് മധുരം കൊടുത്ത് അവർ അഖീഖയറുത്ത് ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യും. അവിടെ ശരീരത്തിൽ ഒരു കറുത്ത ചരടും കെട്ടിയില്ല. എന്നാൽ അബൂജഹലിനും ടീമിനും മക്കളുണ്ടാവും. അബൂജഹലിന്റെയും അന്നത്തെ മുശ്രിക്കുകളുടെയും മക്കളുടെ ശരീരത്തിൽ മുഴുവനും ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസത്തിലുള്ള അവർ ശരീരത്തിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടോ അവരോ സ്വന്തമായിട്ട് കറുത്ത ചരടോ വളയോ ധരിപ്പിക്കും. എന്നിട്ട് പണ്ഡിതന്മാർ അതിനെ പറ്റി പറഞ്ഞ വാചകം കേൾക്കണം. വക്കാനു, മുശ്രിക്കുകൾ അവർ എന്തു ചെയ്യുന്ന അർശോണെ? അവർ യുൽഖൗന അത്തമാഇമ യുഅല്ലിഖൂന അത്തമാഇം, അവർ മന്ത്രിച്ചൂതിയ ചരടോ ഏലസോ ഐക്കല്ലോ കറുത്ത ചരടോ ശരീരത്തിൽ കെട്ടും. അലാ ഔലാദിഹിം, അവരുടെ മക്കളിൽ. എന്തിന്? യസ്അമൂന, അവർ വാദിക്കുന്നു, അന്നഹാ തദ്ഫഉ അൻഹും അൽ ഐൻ വൽ ആഫാത്, കണ്ണേറ് തട്ടാതെക്കാനും ബാക്കിയുള്ളവരുടെ വർത്താനം കേട്ടിട്ട് കുട്ടിക്ക് അസുഖം വരാതെക്കാനും ദോഷം വരാതെക്കാനും കറുത്ത ചരട നല്ലതെന്ന് അബൂജഹലും ടീമും കെട്ടീൻ. അതിന്റെ ബാക്കിയാണ് നമ്മുടെ നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങൾ. അവിടെ വിശ്വാസപ്രകാരം അവർക്ക് ചെയ്യട്ടോ. ഇവിടത്തൊക്കെ കറുത്ത പുള്ളിണ്ടാക്കിയത് മുസ്ലിമീങ്ങൾ നേർപ്പിച്ച് കെട്ടാൻ തുടങ്ങി. എന്നിട്ട് വാദിക്കാൻ, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല. വിശ്വാസത്തിലേക്ക് കെട്ടൂലല്ലോ, നമ്മളെ വിട്ട് കെട്ടണില്ലല്ലോ, ചർച്ചല്ലല്ലോ, വാങ്ങൂലല്ലോ, വിശ്വാസമില്ലാത്ത വാങ്ങൂലല്ലോ. എന്തേ സമയം നമ്മൾ കെട്ടുന്നത്? പ്രവാചകൻ നേർക്ക് നേരെ പറഞ്ഞു, ഇന്ന റുഖാ വത്തമാഇമ വത്തിവരത ശിർകുൻ, 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 അമല് സ്വീകരിക്കാത്ത, സ്വർഗം കണി കാണാൻ കഴിയാത്ത, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണ് ശരീരത്തിൽ മന്ത്രിച്ചൂതിയ ചരടോ ഐക്കല്ലോ ഏലസോ ശരീരത്തിൽ കെട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരടയാളോ ഒരു തൗഹീദിന്റെ കുട്ടിന്റെ ദേഹത്ത് ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടിട്ടാ ജനിച്ചു വീണത്. അടുത്ത 3-ാമത്തെ മിനിറ്റ് വീണ്ടും ശിർക്കിന്റെ അടയാളം നമ്മളെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ പൊട്ടിച്ചണ് മാറ്റണം. അതിന്റെ തന്റെ ഇടത്തിന്റെ പേരാണ് ബാപ്പ എന്ന് പറഞ്ഞത്, അതിന്റെ ഉശിരിന്റെ പേരാണ് ഉമ്മ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവർ കേട്ടിട്ട് അവനാന്റെ കുട്ടിനെ ശിർക്കിൽ ഇന്നാലും എന്ന് പറഞ്ഞതിന്റെ പേരല്ല വാപ്പിമ്മയും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു കുട്ടി ഗർഭാശയത്തിൽ, ആ കുട്ടിനെ ആരാ നോക്കിയത്? ഉമ്മാരെന്താ പറയൂ, സംരക്ഷണത്തിന് ഗർഭാശയത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ഏതാ? പുറത്തെത്തിയിട്ട അല്ല, അകത്ത് 9 മാസം ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തത് ആരാ? കുട്ടരെ അല്ലാ. ആ കുട്ടിക്ക് ആരോഗ്യം കൊടുത്തത് ആരാ? അല്ലാ. ശരീരം വളർത്തിയത് ആരാണ്? മാംസക്കണ്ടത്തെ കയ്യും കാലും വെപ്പിച്ചത് ആരാണ്? അല്ലാ. പുറത്തെത്തിയിട്ട് കയ്യുമത്ത് അവനാന്റെ കയ്യിലും കിട്ടിയിട്ട് പിന്നെ 3 റുപ്യന്റെ 5 റുപ്യന്റെ ചരടമ കൊണ്ടുപോയിട്ട് നാട്ടിലത്തെ എല്ലാരും കെട്ടിനോണ്ടാണ്. ആ കെട്ടിൽ നമ്മുടെ ജീവിതത്തിൽ പറ്റൂല. ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സഹാബി വന്നു. നമ്മളമ്മാരുടെ മനസ്സിൽ, ഞാൻ പറഞ്ഞ നമ്മളെ മഹല്ലിന്നല്ല, വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്ന നല്ലവരായ സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദരിമാരെ, അവനാന്റെ അമ്മാരും ബാപ്പാരും വരുമാരും അറിവില്ലാത്തോണ്ട് പറയാൻ നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നു. ആ സഹാബിന്റെ കയ്യും ഇതേപോലെ കറുത്ത ചരടുണ്ടായി. പ്രവാചകൻ ചോദിക്കാട്ടോ, മാഹാദ, ഇതെന്താണ്? അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കിട്ടോ ശരിക്ക് കേൾക്കണം. ഹിയൽ വാഹിന, ഇത് ശരീരം എങ്ങനെ ഒരു ഉഷാറാകാൻ വേണ്ടി കെട്ടുകയാണ്. ഈ അസുഖങ്ങളും പ്രയാസങ്ങളും ഈ ഒരു നമ്മൾ ഇങ്ങനെ പറയലോ, ഒരു മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടി, ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, സ്വയം കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടി കെട്ടുകയാണ് നബിന്റെ വാക്ക്. എങ്കിൽ കുഴപ്പമില്ല. ശിർക്കം വിശ്വാസമല്ലല്ലോ. എന്റെ മനസ്സിൽ അള്ളാഹ്ക്ക് പകരം കെട്ടിയതാണെന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ നബി പറഞ്ഞു, അല്ല, ഇൻസഅഹ, മാറ്റടാ അവിടുന്ന്, കയ്യുമെന്ന് ഊരടാ. ഈ മുസ്ലിമാണോ? എങ്കിൽ ഊരടാ. ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹന, നീ അത് കെട്ടിയത് കൊണ്ട് എന്താണോ നീ ഉദ്ദേശിക്കുന്നത് നേരെ ഓപ്പോസിറ്റേ സംഭവിക്കുള്ളൂ. നിനക്ക് ക്ഷീണം കൂടും, നിനക്ക് പടച്ചോന്റെക്കുള്ള അദാബുകൾ കൂടും, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൂടും, നിനക്ക് ദുഃഖങ്ങൾ കൂടും.
നിനക്കതുകൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. എന്നാൽ അതോടൊപ്പം ഇത് കെട്ടിയിട്ട് നീ മരിക്കുകയാണെങ്കിൽ, നീ മരിക്കാന്ന് നമ്മൾ ആലോചിക്കണം അറിയോ, നമ്മളെ പെരീത്ത നമ്മുടെ പേരക്കുട്ടിയോ നമ്മുടെ കുട്ടിയോ മരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ദുനിയാവിലും പരലോകത്തും വിജയിക്കാൻ പോണില്ല. ഇതിന്റെ അപ്പുറം എന്താ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മള് ചില ആൾക്കാർ അത് ഞങ്ങൾ ആ ഉദ്ദേശത്തിൽ ഒരു ഉദ്ദേശത്തിലും കെട്ടാൻ പറ്റില്ല. ഈ ഉദ്ദേശത്തിൽ കെട്ടിന് ഒറ്റ ഉദാഹരണം പറയാം. ഒന്ന് കുത്തുപഴിഞ്ഞ് പോകട്ടോ, വീട്ടിൽ സംഭവിക്കാണ്ട് പറയണല്ലോ, പോവും. എന്നിട്ട് ചിലവരുണ്ട് മൗലവിന്റെ ഒരു കുത്തുപോകണമെന്ന് ഇപ്പൊ നമ്മൾ ഊരൂല. മൗലവിന്റെ കുത്തുപോകണ്ട ഊരണ്ട, അങ്ങനെ മൗലവിന്റെ കുട്ടിയല്ലല്ലോ, അവനാന്റെ കുട്ടിന്റെ ദീനുമായി ബന്ധപ്പെട്ടാണല്ലോ. എന്നാൽ ഊരാത്തത് ദീനോണ്ടല്ല. ഇവിടുന്ന് നേരെ പോകുക, പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോകുക. പീഡിയാട്രീഷ്യൻ കുട്ടിനെ നോക്കിയിട്ട് അരിയിലെ ചരട് കൊണ്ടിട്ട് പറയാണ്, ഈ ചരട് കറുത്ത ചരടോ വെള്ള ചരടോ സ്വർണത്തിന്റെ ചരട് എന്തായിക്കോട്ടെ, ആ ചരട് അവിടെ കെട്ടിയാൽ 3 മാസം കെട്ടിയാൽ ഉമ്മ 3 മാസം കെട്ടിയാൽ സ്റ്റൊമക്ക് ക്യാൻസറിന് സാധ്യത ഉണ്ട്, വയറിന്റെ ക്യാൻസറിന് സാധ്യത ഉണ്ട്. അപ്പം മുറിക്കും. എന്തേ കാരണം? അവിടെ അമ്മായിമ്മ പറയാണ് മുറിക്കണ്ടട്ടോ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മുറിക്കാം, എന്റെ കുട്ടിയാണ് അറിയും. ശിർക്കിലാ ഗൗരവല്ല, അത് പഠിക്കണീന്റെ പ്രശ്നമാണ്. നമ്മൾ മാറണം. നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ അള്ളാഹു 9 മാസം വളർത്തിയ പടച്ചോനിൽ പങ്കു ചേർക്കുന്ന ഒരു അടയാളം ഉണ്ടാകാൻ പാടില്ല. നബിയുടെ കാലഘട്ടത്തും സഹാബാക്കളുടെ കാലഘട്ടത്തും എങ്ങനെ ഒരു കുട്ടി ജീവിച്ചോ അതേ അഭിമാനത്തിൽ അതേ അന്തസ്സിൽ തൗഹീദുള്ള നമ്മുടെ വീട്ടിലും മക്കൾ ജീവിക്കണം. അവരെ വളർത്താനാണ് അള്ളാഹ് നമ്മളെ ബാപ്പിമ്യാക്കിയത്. ബാക്കിയുള്ളവരെല്ലാവരും അഭിപ്രായം കേട്ടാണ്ട് അവനാന്റെ കുട്ടി നരകത്ത് പോയാലും ശിർക്ക് പോയാലും വേണ്ടില്ല, ബാക്കിയുള്ളവർ നമുക്കൊക്കെ നല്ല സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി, പോരാ. എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുക. ശിർക്കായിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല, അതിന്റെ അടയാളമായിട്ട് കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടോ അറുക്കണം, ഒഴിവാക്കണം, ഒരു സംശയമല്ല. ഇതാണ് 2. മൂന്നാമത്തെ ഒരു കാര്യം കൂടി. മൂന്നാമത്തത് അറിവില്ലായ്മ കൊണ്ടോ കാലാകാലം ചെയ്തതുകൊണ്ടോ നമ്മൾക്കിടയിലും പ്രചരിച്ച ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സഹോദരിമാർ അറിയാതെ കുഫറിലേക്ക് എത്തിപ്പോണ ചില പ്രവർത്തനം ഈ സമയത്ത് നടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് എന്താ നിങ്ങളെ, പ്രസവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു വാചകം നമ്മൾക്കൊക്കെ പരിചയമുള്ള വാക്കാണ്. ഈ 40 എന്നൊക്കെ പറഞ്ഞൊരു വാചകം സാധാരണ കൂലിപ്പണിക്കാരായ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന സംഗതികളാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, സ്ഥിരമായി ഖുത്ബ കേൾക്കുന്ന ആളുകൾക്ക് പുറമെയുള്ള ആളുകൾ ഇത് അവനവന്റെ വീട്ടിൽ ഇപ്പോഴും മക്കളുടേത്, പേരക്കുട്ടികളുടേത്, മരുമക്കളത്, പെങ്ങന്മാരത് ഒക്കെ 40. എന്താ സുഖം 40 എന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള ഒരു വിശ്വാസം 40-നൊരു കുളി ഉണ്ടാവും. ആ കുളിയുടെ ബേസ് എന്താന്ന് വെച്ചാൽ 40-നാണ് നമ്മുടെ ഭാര്യമാർ, പ്രസവിച്ചു കഴിഞ്ഞ സഹോദരിമാർ പൂർണ്ണമായും ശുദ്ധിയായി അവർ കുളിക്കുക. അന്ന് മുതലാണ് അവർ നമസ്കാരം തുടങ്ങുക. അതിന്റെ മുമ്പ് ചില ആളുകൾ നഖം വെട്ടാനോ മുടിമുറിക്കാൻ പോലും സമ്മതിക്കൂല. 40 കഴിയട്ടെ എന്ന് പറയും. പണ്ട് കാലഘട്ടത്തുള്ളത് പകുതി കുറച്ചു മുമ്പ് 5-8 കൊല്ലം അവസാനിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പകർത്തി ആഘോഷിച്ച് റീൽസ് ആക്കണ കാലമായതുകൊണ്ട് വീണ്ടും തുടങ്ങി. എന്താ അറിയോ? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരിക, ഇങ്ങോട്ട് തൊട്ടിലിങ്ങനെ കെട്ടുക, ഉമ്മാനവിടെ വെള്ളിയൊക്കെ ഒഴിപ്പിക്കുക, ആഭരണം അറിയിപ്പിക്കുക, ഇങ്ങോട്ട് അത് സ്റ്റാറ്റസ് ആക്കുക. എന്താ നിങ്ങളെ വിശ്വാസങ്ങൾക്ക് അറിയോ? 40 വരെ ഗർഭിണിയായൊരു സഹോദരി നിസ്കരിക്കൂല. 40-ന്റെ അന്ന് കുളിച്ച് ശുദ്ധിയായി നിസ്കരിക്കും. എന്തേ അവളുടെ അറിവെന്തറിയോ? പ്രസവിച്ചു കഴിഞ്ഞ ഒരു സഹോദരി 40 ദിവസം നിസ്കരിക്കണ്ട. ഇതാണ് അറിവില്ലാത്തതുകൊണ്ട് കുഫ്റിക്കെത്തുക എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിന്റെ നിയമം ധാരിച്ചങ്ങളെ, ഇസ്ലാമിന്റെ നിയമം 40 എത്തുന്നതിന്റെ മുന്നേ ഒരു സഹോദരി എപ്പോഴാണോ ശുദ്ധിയായത് അപ്പോൾ വജബത്ത് അലൈഹാ അസ്വലാ, അന്ന് മുതൽ നിസ്കാരം തുടങ്ങണം. എന്റെ ഭാര്യ, ഞാനിത് യുവാക്കൾ കൂടി ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടോ, എന്റെ ഭാര്യ 24-ാമത്തെ ദിവസം പ്രസവിച്ചു കഴിഞ്ഞ് 24-ാമത്തെ ദിവസം ബ്ലീഡിംഗ് നിന്ന് ശുദ്ധിയായാൽ 24-ാമത്തെ ദിവസത്തിന്റെ അന്ന് മുതൽ അവൾ നിസ്കരിക്കണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവും. 30-ലാണ് ശുദ്ധിയാണെങ്കിൽ 30 മുതൽ നിസ്കാരം തുടങ്ങണം. 35-ലാണ് തുടങ്ങണമെങ്കിൽ 35 മുതൽ നിസ്കാരം തുടങ്ങണം. അങ്ങനെ ആ ബ്ലീഡിങ് പ്രസവരക്തമായി പരിഗണിക്കുന്ന അവസാന തീയതിയാണ് 40. അവസാന തീയതിയാണ് 40. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാനത്ത് അന്നുഫസാ തഅഖുദു അലാ അഹ്ദി റസൂലില്ലാഹ് 40 യൗമൻ. ഞങ്ങൾ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്ത് പ്രസവിച്ച ഒരു സഹോദരി, അതിന്റെ ബ്ലീഡിങ് 40 ദിവസം വരെ
പ്രസവ സംബന്ധമായി നിസ്കരിക്കാൻ പറ്റാത്ത കാലഘട്ടമായിട്ട് പരിഗണിക്കും. അതിനുശേഷം ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ രോഗമായി പരിഗണിച്ച് നിസ്കാരം നിർവഹിക്കണം. ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും ഏതുപോലെ സ്ത്രീകളുടെ ഫിഖ് പറയുമ്പോൾ പറയാം, എന്നാലും പറയാം. മാസമുറയുള്ള ഒരു സഹോദരി 15 ദിവസം വരെ 7 ദിവസം കൊണ്ട് മാസമുറ അവസാനിക്കും. 15 ദിവസം വരെ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് വെക്കുക. 16ാമത്തെ ദിവസം ഉണ്ടെങ്കിൽ അവൾ ചെയ്യേണ്ടത് അതിന് ഡോക്ടറെ പോയി കാണുകയും രക്തമുണ്ടെങ്കിലും 16ാമത്തെ ദിവസം മുതൽ അവൾ ശുദ്ധിയായി നിസ്കരിക്കുകയും വേണം. ഇതാണ് മതനിയമം. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തായിരുന്നു ഞങ്ങളെ അയലോക്കത്ത് എല്ലാവരും പാടെ വന്നിട്ട് 40 ദിവസം വരെ നിസ്കരിക്കേണ്ട. ഒരു വീട്ടിൽ ചെന്നപ്പം മറ്റൊരു മതപ്രകാരം 60 ദിവസാട്ടോ. ഒരു സഹോദരൻ വന്നിട്ട് ഫോൺ വിളിച്ചു ചോദിക്കാൻ, എന്റെ ഭാര്യക്ക് 56 ദിവസമായി ഓൾ നിസ്കരിക്കണില്ല, എന്തേ 60 തികയട്ടേൻ. നിങ്ങൾക്കൊരു കാര്യം രസങ്ങളെ, നമ്മളെ ഭാര്യ നമ്മൾ അറിവില്ലാത്തോണ്ടാണ്, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പക്ഷെ അറിവോണ്ട് സങ്ങളെ കവർ ചെയ്ത് പോണം. നമ്മളെ ഭാര്യ നമ്മുടെ പെങ്ങന്മാരോ 40 ദിവസം വരെ കാത്തിക്കാണ്. 35ാമത്തെ ദിവസത്തിൽ നെഞ്ചുവേദന വന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് ജീവല്ലെങ്കിൽ എങ്ങനെയാ മരിച്ചത്? നിസ്കരിക്കാത്ത ഒരാളുടെ മരണാണ്. കഴിഞ്ഞു. തൗഹീദുള്ള ഒരു മനുഷ്യനോട് പരലോകത്ത് ആദ്യമായി ചോദിക്കുന്ന നിസ്കാരത്തിന്റെ വിഷയത്തിൽ തോറ്റു. വഖദ് കഫറ, അയാൾ 100% കാഫിറായി മരിച്ചു. എന്തുകൊണ്ടറിയോ? അറിവില്ലാത്തത് കൊണ്ട്. മാറണം. മാമൂലുകൾ ഒഴിവാക്കി ദീനിയായ ഒരു ജീവിതം വെക്കുമ്പോ അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ധീരമായി മുന്നോട്ട് കൊണ്ടുപോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ട് പറഞ്ഞ 3 കാര്യങ്ങൾ. 4ാമത്തെ കാര്യം, നമ്മുടെ നാട്ടില് ഏത് വിഷയത്തെയും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധിപ്പിച്ച് ആലോചിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ദീന് കേൾക്കാനോ പഠിക്കാനോ അതിലുള്ള ആനന്ദം കണ്ടെത്താനോ കഴിയാത്ത ആൾക്കാർ, അവർക്ക് പിന്നെ ഇതിലൊക്കെ ഒരു സന്തോഷം വേണമല്ലോ. നിങ്ങൾ ആലോചിച്ചു, നമുക്കൊരു കുട്ടി ഉണ്ടായി, അപ്പൊ നമ്മൾ ഖുതുബ കേട്ട് നമ്മൾ വായിച്ച് പഠിച്ച് നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമുക്കിങ്ങനെ നമ്മൾ പേര് കണ്ടെക്കും. കാരണം നമ്മൾ ഖുതുബിൽ കേട്ടതാണ്. എന്റെ സുന്നത്ത് എന്താണ്? അഖീഖത്തിനുള്ള പൈസ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കും. ഒരു മധുരം കൊടുക്കാൻ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകും. നമ്മൾ ബാങ്ക് ഒരാൾ, ഇതൊക്കെ നമ്മുടെ ആനന്ദമാണ്. ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പടച്ചോനെ, എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തല്ലോ. ഒരു മധുരം കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഒരു മധുരം ഞാൻ നബി പറഞ്ഞ പോലെ കൊടുത്തല്ലോ. ഒരു പേര് വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പടച്ചോനെ, ഞാൻ പേര് വിളിച്ച് സുന്നത്ത് കിട്ടിയാലോ. ഒരു അഖീഖ നമ്മൾ അറക്കുമ്പോൾ നമുക്കുള്ള പോലെ ചെയ്യുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ്, ഇതിലാണ് നമ്മുടെ സന്തോഷം. എന്നാൽ ദീൻ അറിയാത്ത ഒരാൾക്ക് ഇതിലെങ്ങനെ സന്തോഷം ഉണ്ടാകുക? അപ്പോഴാണ് എന്ത് അറിയോ, ഓരോ സ്ഥലത്ത് ഓരോ പേരിട്ടിട്ട് ഓരോ ആഘോഷം അങ്ങനെ ഉണ്ടാക്കും. അതാണ് നമ്മുടെ നാട്ടില് ഇന്ന് ഈ ട്രെൻഡായി കൊണ്ടിരിക്കണ പലതും. ഉമ്മയായി ടെസ്റ്റ് പോസിറ്റീവായി പിറ്റീസം കാണാ ഇതിക്കൂടെ മികച്ച സൗന്ദര്യവർദ്ധക അങ്ങനെ ഉണ്ടല്ലോ, മികച്ച നടീനടന്മാരെയോ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്നൊക്കെ എഴുതി റിബൺ ഇടണ പോലെ നേരെ പൊന്തിയ വയറിന്റെ മുകളിൽ മോം ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് 4 ആൾക്കാർ ഇങ്ങോട്ട് വാപ്പിയും ഉമ്മ വെക്കുക, ഗർഭിണിയായ സഹോദരി ഇങ്ങനെ നിൽക്കുക, ഇങ്ങോട്ട് തലയിലൊരു കിരീടമൊക്കെ വെക്കുക, ഇങ്ങോട്ട് മോം ടു ബി. അന്ന് എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ട് ഉമ്മയായി ടെസ്റ്റ് പോസിറ്റീവായി തുടങ്ങുകയാണ് ആഘോഷം. എന്തേ കാരണം അറിയോ? ദീനിന്ന് സന്തോഷം കിട്ടണില്ല, ദീന് പഠിക്കാൻ പള്ളിക്കൊക്കെ വരുന്നില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കണ്ടേ? അതിനെന്തയ്യാ, നാട്ടിലത്തെ എല്ലാവരും അറിയിക്കാൻ വേണ്ടി ഗർഭിണിയായ അവനവന്റെ വയറ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ ബാപ്പിയും ഉമ്മ വെച്ചാണ്ട് സ്റ്റാറ്റസ് ഇട്ടാണ്ട് അയിമങ്ങനെ സന്തോഷം കണ്ടെത്തുക. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും പറഞ്ഞു കൊടുക്കാത്തത്. മറ്റുള്ള നാട്ടിൽ ചിലപ്പോൾ അറിയാം. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ജെൻഡർ റിവീൽ എന്ന് വെച്ചാൽ നീലക്കളർ മോൾക്കിടുക. നീലക്കളറാണെങ്കിൽ ആൺകുട്ടി, റോസ് കളറാണെങ്കിൽ പെൺകുട്ടി. നമ്മളെ കുട്ടികൾ ഇങ്ങനെ തുടങ്ങാണ്. എല്ലാവരും വിളിക്കുക, അന്നൊരു കേക്ക് കൊടുക്കുക, അന്ന് ഫുഡ് വെക്കുക, എന്നിട്ട് ജെൻഡർ റിവീൽ, പുതിയ ആഘോഷങ്ങൾ ഉണ്ടാക്കുകയാണ്. പിന്നെ പേരിടുന്നത് ഇസ്ലാമികമായി നമുക്കറിയാം, ആ സുന്നത്ത് പാലിക്കൂല. അങ്ങോട്ടോ പേരിടൽ ചടങ്ങ് വെക്കുക.
പേരിടൽ ചടങ്ങ്, അതിന് വേറെ ആഘോഷം വെക്കുക, അതിനും കാറ്ററിംഗിന് ഏൽപ്പിക്കുക. പിന്നെ തൊട്ടിൽ കല്യാണം. പുതിയ നാട്ടിലാണ്, പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റൈൽ അതൊക്കെ. തൊട്ടിൽ കല്യാണം, അമ്മ അങ്ങനെ വരിക വയസ്സക്കാരുടെ രൂപത്തിൽ, ഇങ്ങോട്ട് തൊട്ടിൽ കാതിയേറ്റെടുത്ത് കടത്തുക, വല്യമ്മ കടത്തണം, ഇങ്ങോട്ട് അവിടെ വന്നിട്ട് താരാട്ട് പാട്ട് പാടുക, ഇങ്ങോട്ട് എല്ലാവരും പാടെ കൂട്ടി കൈയിട്ട് ഭക്ഷണം കഴിക്കാൻ പിരിയുക. അതിന്റെ ഭാഗ കൂട്ടരെ കാതുകുത്ത് കല്യാണം, കാതുകുത്തുന്ന അന്നും എല്ലാരും വിളിക്കുക. പ്രായപൂർത്തിയാണെന്നും നമ്മുടെ നാട്ടിലെ ഉത്തരേന്ത്യയിലെ സഹോദരങ്ങൾ ചെയ്തിരുന്ന, അവിടെ മതവിശ്വാസ പ്രകാരം ചെയ്യുന്ന അതേ സാധനം മഞ്ഞളും തേച്ച് പുടവയിടിപ്പിച്ചിട്ട് മുസ്ലിമീങ്ങളെ പേരിലും എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ പ്രായപൂർത്തിയാകുന്ന അന്നത്തെ ആഘോഷങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ സമീപിക്കൂ, 500 രൂപ റിഡക്ഷൻ ഉണ്ടാവും ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ. പുതിയ ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെ ടീം, അതിന്റെ എല്ലാം തുടക്കാണ് ബർത്ത്ഡേയും. നമ്മളിത് എന്തുകൊണ്ടാന്നില്ല തുടക്കം നമ്മൾ പറഞ്ഞു. നമ്മൾ ആൾക്കാരെന്താ പറയോ, നിങ്ങൾ ഇങ്ങനെ എല്ലാം മുടക്കാൻ നിൽക്കുക, നമുക്കൊരു മുടക്കലൂല സോങ്ങളെ. ഇതൊക്കെ ഇതിന്റെ അപ്പുറം 15 കൂടി ഉണ്ടാവും. 1-ാം മാസം ആഘോഷം ഉണ്ടാവും, 2-ാം മാസം. എന്താ അറിയോ, ദീന് കൊണ്ട് സന്തോഷം കിട്ടാത്തവന് തോന്നിയാസം കൊണ്ടേ സന്തോഷം കിട്ടുള്ളൂ. തോന്നിയാസം കൊണ്ടേ സന്തോഷം കിട്ടുള്ളൂ. ഈ ചെലവഴിക്കണ പൈസ നമ്മൾ പരലോകത്തെത്തുമല്ലോ. ഈ ചെലവഴിക്കണ പൈസ ഉമ്മമാരെ വാപ്പമാരെ ഏത് അക്കൗണ്ടിലാണ് നമ്മൾ അള്ളാന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുക? ഏത് അക്കൗണ്ടിലാണ്? റമദാൻ വരെ കേട്ടോ, പിരിവ് വെച്ച നിങ്ങൾക്ക് ഫുൾ ടൈം പിരിവാണ്. ഫുൾ ടൈം പിരിവ്. ഗർഭിണിയായ അപ്പം മുതൽ കുട്ടിന്റെ വരെ 18 ആഘോഷമാണ്. അതിന് പൈസ ചെലവാക്കുമ്പം ഇതെന്താ ഗർഭിണിയായി കുടുങ്ങിയാലോ? ഇല്ല, ആഘോഷം തന്നെ. എല്ലാരും വിളിക്കണ്ടേ, ഫോട്ടോഗ്രാഫർ വരണ്ടേ, സ്റ്റാറ്റസ് വെക്കണ്ടേ, പ്രശ്നമില്ല. മദ്രസ, പള്ളി, നിങ്ങൾക്ക് എന്നും പിരിവന്നെ. ഞാൻ ആ വയലിന് വരാത്തത് ഇതിന്റെ പേരാണ് ഇസ്ലാം എന്നിങ്ങനെ പോകുക എന്നുള്ളതിന്റെ. കാറൂനെ പറ്റിയിട്ടേ, കാറൂനെ പടച്ചോൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊടുത്ത് അള്ളാഹ് പറഞ്ഞൊരു വാചകമുണ്ട്. ശരിക്ക് തൗഹീദുള്ള പഠിക്കേണ്ട, ഞാനടക്കം പഠിക്കേണ്ട വാക്കാണ്. ഇന്നല്ലാഹ, പടച്ചോന് തീർച്ചയായും അള്ളാഹ്ക്ക് ലാ യുഹിബ്ബു, ഇഷ്ടല്ല, അൽ ഫരിഹീന, സന്തോഷിക്കുന്നവരെ. എന്റെ അർത്ഥം എന്താ? സന്തോഷിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നല്ല. ചിരിക്കണിന് പുണ്യണ്ട് പഠിപ്പിച്ച മത നമ്മളത്. എന്തേ അറിയോ? വെറുതെ ആഘോഷങ്ങൾ ഉണ്ടാക്കുക, വെറുതെ ഇങ്ങനെ ഓരോ പരിപാടി ഉണ്ടാക്കുക, എന്നിട്ട് അതിലെല്ലാവരും പാടെ കൂടിച്ചിരിക്കുക. നിസ്കാരമല്ല, ഒന്നുമില്ല, ഔറത്തും പ്രശ്നമില്ല, ആണും പെണ്ണും പ്രശ്നമില്ല. ഓരോ ദിവസം ഓരോന്നുണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ചിരിക്കുക. ഒരു നിയമം, ഒരു നിയന്ത്രണം ഇല്ലാതെ അതിന് പൈസ ചെലവാക്കുക, അതിനെല്ലാരും വരിക, അതിന് കൂടുക, അതിന് സ്റ്റാറ്റസ് ഉണ്ടാക്കുക. പടച്ചോൻ ഇഷ്ടല്ല. അതിന് ചെലവാക്കണ പൈസ വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അത്തരം പൈസ ചെലവാക്കുന്ന ആൾക്കാർ ശൈത്താന്റെ പിൻഗാമികളാണ്. സക്കാത്തിന്റെ കണക്ക് ഇപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല. 10ന്റെ മുകളിൽ കൊടുക്കണ ഒന്നിച്ചാണോ അതോ 11 ഉണ്ടെങ്കിൽ അരക്കൊടുത്താൽ മതി? എപ്പോഴും സംശയം തോന്നിട്ടില്ല. എന്റെ തീരാത്ത ദീനുമക്ക് വരൂല, ദീനുമക്ക് വരാത്ത ഒരു സന്തോഷം കിട്ടൂല. നമുക്കൊരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ്, നിങ്ങൾ ആലോചിച്ച്, ജുമാ കഴിഞ്ഞ് ഒരു പേജ് സൂറത്ത് കഹ്ഫ് ഓതി പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലി ജുമാക്ക് പങ്കെടുത്ത് നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുടെ അവിടാന്റെ കാര്യം പറഞ്ഞ് പള്ളിക്ക് പുറത്തു കയറുമ്പം അൽഹംദുലില്ലാ പടച്ചോനെ ഈ ഒരാഴ്ചയിലെ പാപങ്ങൾ നീ ഇതുകൊണ്ട് പുറത്തു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമുക്കൊരു ആനന്ദല്ലേ. അതിന്റെ പേരാണ് ഈമാൻ. ഇവിടെ ഡാൻസ് ചെയ്തിട്ട് നമുക്ക് ആനന്ദം ഉണ്ടായത്? ഇവിടെ പടക്കം പൊടിച്ചിട്ട് ആനന്ദം ഉണ്ടായത് ആണോ? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ, ഇവിടെ ഒരു സാധുവായ മനുഷ്യൻ നമ്മൾ 100 റുപ്യ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ? അതിന്റെ പേരാണ് ഈമാൻ. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവൂല. അപ്പോൾ എന്താ സന്തോഷമല്ല, സന്തോഷം ഉണ്ടാക്കുക. അതിന് അള്ളാഹ് പറഞ്ഞത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. കിബറും ദുരഭിമാനവും ഇത്തരം ആഡംബരക്കാരും പടച്ചോൻ ഇഷ്ടല്ല. നമ്മളെ പേരിൽ ഉണ്ടായിരുന്നു സോങ്ങളെ. എത്ര വട്ടാണിത് പറഞ്ഞറിയോ? കാരണം ഓരോ കുട്ടികളും ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഉണ്ടാക്കുന്നു. ഒറ്റ പരിഹാരമുള്ളൂ. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ പോലെ ജുമാക്ക് കൊണ്ടുവരിൻ, ഖുതുബ കേൾക്കിൻ. അവരുടെ ജീവിതത്തിൽ അവർക്ക് ദീൻ എന്താന്ന് മനസ്സിലാകിൻ. അവർക്ക് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവർക്ക് മനസ്സിലാകും, എനിക്ക് മക്കളില്ല എന്നത് എനിക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാനിൽ നിരാശപ്പെട്ട് വീട്ടിലിരിക്കേണ്ടവരല്ല എന്ന് ബോധ്യാകും. അവർക്ക് മനസ്സിൽ ഉറപ്പുണ്ടാകും. എന്തെന്നറിയോ സോങ്ങളെ, അവനാന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഗർഭാവസ്ഥയിൽ ഞാൻ എപ്പോഴാണോ ശുദ്ധിയാകുന്നത് അപ്പോൾ മുതൽ നിസ്കാരം തുടങ്ങണം, അല്ലെങ്കിൽ ഞാൻ കാഫിറായി പോകും എന്ന് മനസ്സിൽ ബോധ്യമുണ്ടാകും. അതോടൊപ്പം തന്നെ അവനവന്റെ ജീവിതത്തിൽ ജനിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയുടെ ശരീരത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു ചരടും ഞാൻ കെട്ടാൻ പാടില്ല, ആര് നിർബന്ധിച്ചാലും പാടില്ല എന്ന ബോധം ഉണ്ടാവും. അപ്പോൾ ആ കുട്ടി അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വളരും. അവനെ വളർത്തിയ വാപ്പാക്കുമ്മാക്കും അവന് സ്വർഗലോകത്തിൽ അള്ളാഹുവിനോട് ശുപാർശ പറയും. അങ്ങനെയുള്ള രക്ഷിതാക്കളാകാൻ
നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നാഥ നീ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, തെറ്റായ കാര്യങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നാഥ. റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ, ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ, ഞങ്ങൾക്ക് പ്രയാസഘട്ടത്തിൽ താങ്ങായി നിന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തവർ, റഹ്മാനായ നാഥ ഞങ്ങളുടെ ഉസ്താദുമാരടക്കം അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ നാഥ, കച്ചവടത്തിൽ നഷ്ടം പറ്റുകയും പണം കിട്ടാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആൾക്കാരുടെ നാഥ, രോഗികളായ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾക്ക് നാഥ നീ ദീർഘായുസ് നൽകുകയും ആ റമദാനെ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും ഈമാനും നാഥ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ നാഥ അറിവില്ലാത്തത് കൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നുണ്ട് നാഥ. അവിടെ നിന്ന് നാഥ ഏത് സമയത്ത് എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.